ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ഒഫീഷ്യൽസ്, അതായത് RAWൻ്റെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സും പാകിസ്ഥാനി ISISൻ്റെ സീനിയർ ഓഫീഷ്യൽസും എഗ്രി ചെയ്യുന്നു. ഏകദേശം 20-ൽ പരം ടെററിസ്റ്റ് ആയിട്ടുള്ളവർ, അതായത് ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ, എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തതിൻ്റെ പിന്നിൽ കളിച്ച ലത്തീഫ് എന്ന് പറഞ്ഞ ആള്, അതേപോലെ 20-ൽ പരം പേര് ഇവരെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡോസിയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരുന്നു 2017. അപ്പം അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ പേരുകൾ ഉൾപ്പെടെയാണ് കൊടുത്തത്. ഇത്രയും പേരെയാണ് ഇന്ത്യക്ക് കൈമാറേണ്ടത്. ഇവരൊക്കെയാണ് ടെററിസ്റ്റ്. ഈ ഡോസിയർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോകത്തിലെ പല രാജ്യങ്ങളിലും യുണൈറ്റഡ് നേഷനിൽ വരെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് പാകിസ്ഥാൻ പറഞ്ഞു ഇവരൊന്നും പാകിസ്ഥാനിൽ താമസിക്കുന്നില്ല. ഇതാണ് പറഞ്ഞിരുന്നത്. അപ്പം ആദ്യമായിട്ട് ഇന്ത്യൻ ഒഫീഷ്യൽസ്, അതായത് RAWൻ്റെ ഒഫീഷ്യൽസ് ഗാർഡിയൻ പത്രത്തിന് കൊടുത്ത, അതായത് ഗാർഡിയൻ ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പറിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അത് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് അവരെ 20 പേരെയും കൊന്നതിൻ്റെ പിറകിൽ ഞങ്ങൾ തന്നെയാണ്. വ്യക്തമായിട്ടാണ് പറയുന്നത്. അതിനകത്തൊരു പറയുന്നത് മൊസാദും CIA അതേപോലെ KGB ഇവരെല്ലാം എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് നടത്താറുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി. കാരണം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു പറയുന്ന ടെറർ വിങ്, അതായത് ഇസ്ലാമിക് ജിഹാദ് വിങ് ഇന്ത്യയെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇവരുമായിട്ട് ചർച്ച ചെയ്ത് ഒന്നിനും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവരുടെ ആക്രമണം ഇന്ത്യയിൽ വളരെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2019 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കംപ്ലീറ്റ് പോളിസി മാറ്റി. എന്തായിരുന്നു പോളിസി മാറ്റാൻ കാരണം? പുൽവാമ അറ്റാക്ക്, ഏകദേശം 42ഓളം ഇന്ത്യൻ സൈനികർ അവിടെ കൊല്ലപ്പെടുകയാണ്. RDXും കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഭീകരൻ വരുന്നു, ഇവരെ കൊല്ലുന്ന കാശ്മീരി ഭീകരനാണ്. അതിനുശേഷമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഡയറക്റ്റാണ് ഈ ഗെയിം മുഴുവനും കളിക്കുന്നത്. അതും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. മില്യൺസും ബില്യൺസും മുടക്കിയാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ചില ആൾക്കാരുണ്ട്. ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ ലത്തീഫ്, അയാളെ കൊല്ലുന്നതിനെ പറ്റി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആദ്യം ഒരു സ്ത്രീ ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, ഇയാൾ തന്നെയാണോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ അവിടെ ജേർണലിസ്റ്റായിട്ട് പോകുന്നു, ഇയാളോട് സംസാരിക്കുന്നു, ഇന്നയാളാണെന്ന് പറയുന്നു. ന്യൂയോർക്ക് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ റിപ്പോർട്ടറാണ് ടെററിസ്റ്റുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യണമെന്നും പറഞ്ഞ് ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഫോൺ ചെയ്യുന്നു. അതിനുശേഷം, അതായത് നോക്കൂ ഓപ്പറേഷൻ്റെ ശൈലി, പല ആവർത്തി ഇയാളെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോഴും ഇത് നടക്കുന്നില്ല. അവസാനം ചെയ്തത് ദുബായിലെ ആമസോണിൽ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പയ്യനെ പിടിക്കുന്നു. അപ്പോൾ അവൻ ഏകദേശം 1.5 മില്യൺ, ഏകദേശം പാകിസ്ഥാനി കറൻസിയാണ്, ഏകദേശം 4500ഓളം യൂറോയാണ് കൊടുക്കുന്നത്. അവനവിടെ സ്വന്തമായിട്ട് കാറ്ററിംഗ് തുടങ്ങാൻ വേണ്ടി ഫുഡ് ഡെലിവറി ആയിരുന്നു ആമസോണിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അവനുമായിട്ട് ടൈപ്പ് ആകുന്നു. എന്നിട്ട് അവനെ നാട്ടിൽ വിടുന്നു. സിയാൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ ലത്തീഫ് പള്ളിയിൽ രാവിലെ നമാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് വെടിവെച്ച് കൊല്ലുന്നത്. അവനെ പിന്നീട് അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ പണം കൊടുത്ത ഡീറ്റെയിൽസും ഡോസിയറും അതെല്ലാം ട്രാൻസാക്ഷൻ എല്ലാം ദുബായിൽ നിന്നാണ് നടക്കുന്നത്. അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്നത്, പാകിസ്ഥാനി ഇൻ്റലിജൻസ് ഓഫീഷ്യൽസ് പറയുന്നത് 2019 ശേഷം, അതായത് ഇത് പെട്ടെന്നുണ്ടായ സംഭവമല്ല, ദുബായ് ബേസ്ഡ് ആണ് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസിൻ്റെ മുഴുവൻ സ്ലീപ്പർ സെല്ലുകൾ വർക്ക് ചെയ്യുന്നത്. ശരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ വർക്ക് ചെയ്യുന്ന പാകിസ്ഥാനിൽ നിന്ന് വരുന്നവര്, ജോലിക്ക് വരുന്നവര്, പാവം പിടിച്ചവരും പിന്നെ ജിഹാദികളെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ദുബായിൽ വെച്ച് റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു പാകിസ്ഥാൻ ഒഫീഷ്യൽസ്. അവരുടെ ഡോക്യുമെന്റ് വെച്ചാണ് പറയുന്നത്. അതേപോലെ നേപ്പാളിൽ വെച്ച് റിക്രൂട്ട് ചെയ്യുന്നു, മൗറീഷ്യസിൽ വെച്ച് റിക്രൂട്ട് ചെയ്യുന്നു, മോൾഡീവ്സിൽ വെച്ച് റിക്രൂട്ട് ചെയ്യുന്നു. ഇവർക്ക് പണം എത്തിച്ചു കൊടുക്കുന്നു. വെപ്പൺസ് പാകിസ്ഥാനിൽ ഇഷ്ടം പോലെയുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കേരള കണക്ഷൻ ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇന്ത്യൻ ഏജൻസ് ജിഹാദികളെയും കൂടി ഉപയോഗിച്ചാണ് ഈ പറയുന്ന ടെററിസ്റ്റുകളെ അവിടെ കൊല്ലുന്നത്.
അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ അതിനെപ്പറ്റി ഇന്ത്യൻ ഒഫീഷ്യൽസ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത്, ഈ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ പോയ, കേരളത്തിൽ നിന്ന് പോയ ഈ മലയാളികളുണ്ട്, ജിഹാദി ഓപ്പറേഷന് വേണ്ടി പോയവർ. അപ്പോൾ അവർ പലരും തിരിച്ചു വന്ന് അവർ ഇന്ത്യൻ ജയിലുകളിലാണ്. ഇപ്പം ഇവരോട് ചോദിച്ചിട്ടാണ് ആരൊക്കെയാണ് ജിഹാദി കണക്ഷൻ. അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുള്ള ജിഹാദികളുമായിട്ട് ഇവർ കോണ്ടാക്റ്റ് ആവുന്നത്. ഇപ്പം ഈ ജിഹാദികൾ പലരും ഇത് വിട്ടുപോയവരുണ്ട്. അത് അല്ലെങ്കിൽ ചില ആൾക്കാർ ഈ മറ്റുള്ള ഓപ്പറേഷന് താല്പര്യമുള്ളവരുണ്ട്. ഒന്നാമത് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ജിഹാദിക്ക് ഓപ്പറേഷന് പോകുന്ന അധികം പേര് നല്ലൊരു ശതമാനം പൊട്ടന്മാരാണ്. കാരണം ഈ ജിഹാദികളെ ഉപയോഗിച്ച് ജിഹാദികളെ കൊല്ലുക ഇന്ത്യ ഗവൺമെന്റ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള പോയിന്റ് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. എന്നിട്ട് ഈ മലയാളികൾ തന്നെയാണ് ഈ ജിഹാദി കണക്ഷൻ ഇന്ത്യൻ ഏജൻസിന്, അതായത് RAWന് കൈമാറുന്നത്. എന്നിട്ട് അവരെ അഫ്ഗാനിസ്ഥാൻ ത്രൂ കണക്ട് ചെയ്തിട്ട് ഈ പലരും ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ ഇപ്പം കറാച്ചി കില്ലിങ് നടക്കുന്നു. അതിനുശേഷം ഇവര് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ പോയിട്ട് ബോർഡറിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ അൺനോൺ പേഴ്സൺ എന്ന് പറയുന്നത്. ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് പ്ലോട്ട് ചെയ്തത്? അതായത് 20ഓളം പേരെ കൊന്നു കഴിഞ്ഞാൽ. അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഇതിനകത്ത്. ഇവരെ പലരെയും കൊല്ലുന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ ഉണ്ടായത് 2023-ലാണ്, 22-ലും. കാരണം അടുപ്പിച്ചടുപ്പിച്ചാണ് ഇവരെ കൊല്ലുന്നത്. പിന്നത്തെ സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ട്. അത് പാകിസ്ഥാനിലുള്ള ജിഹാദികൾ അവരെ ഉപയോഗിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലുള്ള ജിഹാദികൾ പാകിസ്ഥാനെതിരെ അറ്റാക്ക് ചെയ്യുന്ന അവരെ ഉപയോഗിക്കുന്നുണ്ട്. പലരെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഓപ്പറേഷൻ ഹബ്ബ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ദുബായിയാണ്. പണം പല രീതിയിലാണ് ക്യാഷായിട്ട് കൈമാറുന്നുണ്ട്. വെപ്പൺസ് പലതും അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പാകിസ്ഥാനിൽ നിന്ന് വെപ്പൺ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണ് ആ രാജ്യം ആക്കിയെടുത്ത ജിഹാദിൻ്റെ പേരിൽ. വെപ്പൺസ് അവൈലബിൾ ആണ്. ഇവർ കൊല്ലാനുള്ള ആൾക്കാരെ പ്രിപ്പയർ ചെയ്യുന്നു. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് നേപ്പാളിലാണെന്ന് പറയുന്നു. അതിനുശേഷമാണ് ഇവർ പാകിസ്ഥാനിൽ വരികയും ഈ സംഭവങ്ങൾ ഈ കൊല്ലും കൊലയും നടത്തുന്നത്. അതായത് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, കാശ്മീരിലോട്ടുള്ള ഭീകരപ്രവർത്തകന്മാരുടെ വരവ് കാരണം കുറഞ്ഞതിൻ്റെയും കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം ഇതിൻ്റെ നേതാക്കന്മാരെയാണ് തട്ടുന്നത്. ഇപ്പം എയർ ഇന്ത്യ ഹൈജാക്ക് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മസൂദ് മിസ്ത്രി എന്ന് പറഞ്ഞ അയാളെ തട്ടുന്ന വളരെ ചലഞ്ചിങ് ആയിട്ടാണ് തട്ടുന്നത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെല്ലാം ജിഹാദി ഓപ്പറേറ്റീവ്സ് ആണ്. ഇവരൊക്കെ പള്ളിയിൽ പോകുന്ന സമയത്ത്, രാവിലെ പള്ളിയിൽ പോകുന്ന സമയത്ത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പള്ളിക്കകത്ത് വെച്ചാണ് വെടിവെച്ച് കൊല്ലുന്നത്. അല്ലെങ്കിൽ മൂത്രമൊഴി പള്ളിയിലെ ഇവർ നമാസുമായിട്ട് ടോയ്ലറ്റിൽ പോകാറുണ്ടല്ലോ, ആ സമയത്താണ് ഇവരെ വെടിവെച്ച് കൊല്ലുന്നത്. ഈ വെടിവെച്ച് കൊല്ലുന്നവന്മാര് അവർക്ക് പണം കിട്ടുന്നു, അവർ ചെയ്യുന്നു. പല ആൾക്കാർക്ക് മറ്റുള്ള ഓഫർ കൊടുക്കുന്നു, അവരെ ISIS എടുക്കാം അഫ്ഗാനിസ്ഥാനിൽ. അങ്ങനെ ഓഫർ. കാരണം ഇവരെല്ലാം ജിഹാദി ആൾക്കാരാണ്. കൊല്ലുന്നവരും ഈ കൊല ചെയ്യപ്പെടുന്നവരും. ഇതാണ് ഇതിൻ്റെ മണ്ടത്തരവും പൊട്ടത്തരവും എന്ന് പറഞ്ഞ ഒരു ജിഹാദ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഉണ്ടാകുന്ന സംഭവം. ഇത് കേരളത്തിലെ മുസ്ലിങ്ങളും മനസ്സിലാക്കിയിരിക്കുക. അതായത് എത്രമാത്രമാണ് ഇസ്ലാമിനെ ഉപയോഗിച്ച് ഇസ്ലാമിനെ തകർക്കുന്നത്. അതാണ് ഇതിൻ്റെ റാഡിക്കൽ എലമെന്റ് എന്ന് പറയുന്നത്. അവരെ ഉപയോഗിച്ചാണ് തട്ടുന്നത്. പാകിസ്ഥാനിൽ പണമില്ല, ജോലി അന്വേഷിച്ച് വരുന്ന പാകിസ്ഥാൻകാരെയും ഇവരെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇവരെ ഹയർ ചെയ്യുന്നു, അവർ വേറെ ആളെ ഹയർ ചെയ്യുന്നു. ഇപ്പം ഇതിങ്ങനെ പോയിട്ട് ചെയിനായിട്ട് പോകുന്നത്. ഈ സ്ലീപ്പർ സെല്ല് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ കൊടുത്ത ഡോക്യുമെന്റേഷൻ, ഗാർഡിയന് കൊടുത്ത ഡോക്യുമെന്റേഷനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ റിപ്പോർട്ട് വായിച്ചു നോക്കണം. എത്ര ശക്തമായിട്ടാണ് ഇന്ത്യയുടെ ഈ പോളിസി ഇടപെട്ടേക്കുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ്. അപ്പോൾ അതിനകത്ത് ഈ ഇന്ത്യയിലെ RAW ഒഫീഷ്യൽസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സൗദി അറേബ്യ അഡ്ഗൻ ഖഷോഗിയെ കൊല്ലുന്നു ടർക്കിയിൽ വെച്ച്. അത് അവരുടെ എഫക്റ്റീവായിട്ടുള്ള ഓപ്പറേഷൻ്റെ ഭാഗമായിരുന്നു. എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെ നിരന്തരമായിട്ട് ശത്രുതയോടുകൂടി ബോംബ് അറ്റാക്കും മറ്റുള്ള ബോർഡർ ക്രോസിംഗ് ടെററിസത്തിന് വരുന്നവരെ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല?
ഇതിൻ്റെ പേരിൽ തന്നെയാണ് നേരത്തെ ദീപാവലി എന്നും വിഷു എന്നും പറഞ്ഞ് സ്ഥിരം പൊട്ടിക്കൊണ്ടിരുന്ന ബോംബുകൾ പൊട്ടാത്തതിൻ്റെ കാരണം ഇതാണ്. കാരണം ഈ നേതാക്കളെയാണ് തട്ടുന്നത്. ഈ തട്ടുന്നതോടുകൂടിയാണ് ഇവരുടെ ഈ മൊറാൽ എന്ന് പറയുന്ന സംഭവം ഇല്ലാതാകും. മറ്റുള്ള ഇവരുടെ ഒരു ഈ ടെറർ ശിഷ്യന്മാരുണ്ടല്ലോ, അവർക്ക് ഭയമാവും. ഇപ്പം പാകിസ്ഥാൻ ഗവൺമെൻറ് ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല ഇതിനെപ്പറ്റി ഒരു വാക്ക്. അവർ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇവരൊന്നും ഇവിടെ താമസിക്കുന്നില്ല, ഇവിടെ ഒന്നും ജീവിക്കാത്തവരെങ്ങനെ ഇവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. ഇപ്പൊ പാകിസ്ഥാൻ ഗവൺമെന്റ് കൊടുത്ത് മറ്റൊരു ഈ ടെററായിട്ടുള്ള ഈ ഡോസറി കിട്ട പലർക്കും ഇത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് സെക്യൂരിറ്റി തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം ഓരോ ടെററിന് സെക്യൂരിറ്റി കൊടുക്കുവാൻ വലിയ പാടാണ്. അതിൻ്റെ പേരിലാണ് നിങ്ങൾ കണ്ടു കാണും എല്ലാ പ്രാവശ്യവും ഈ റമദാനും നോയമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെറർ ലീഡേഴ്സ്, ഇവർ ജിഹാദി ലീഡേഴ്സാണ്, ഇവർ തന്നെയാണ് പള്ളികളിൽ പോയി ഈ പ്രസംഗിക്കാൻ പോകുന്നത്. അവരൊറ്റ ഒരാൾ ഇപ്രാവശ്യം പ്രസംഗിക്കാൻ പോയില്ല. ഇവരാരിപ്പോൾ പരസ്യമായിട്ട് വരുന്നേ ഇല്ല. ജെയ്ഷി മുഹമ്മദിൻ്റെ ആളും മസൂദ് അസറൊന്നും പുറത്ത് വരുന്നേ ഇല്ല. എല്ലാവർക്കും ഭയമായി. എന്താ ഭയം? കാരണം അറിയാം ഇവരെ തട്ടും. അതായത് പാകിസ്ഥാനിലുള്ള ജിഹാദികൾക്ക്, ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്ന ജിഹാദികൾക്ക് വലിയ ഭയമായി മാറി. അതേപോലെ തന്നെ പാകിസ്ഥാനിലുള്ള സിഖ് ഭീകരന്മാർ, ഇന്ത്യക്ക് ഖാലിസ്ഥാനി, അവർക്കും ഭയമായി. കാരണം കാനഡയിൽ പോയാൽ തട്ടിയേക്കുന്നത് ഒരു പന്നു അമേരിക്കൻ സിറ്റിസൺ, അയാളെ തട്ടാൻ വേണ്ടി ശ്രമിച്ചു. ഇതൊക്കെ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ പാർലമെന്റിലാണ് പറഞ്ഞത്. കാരണം ഇന്ത്യൻ ഏജന്റാണ് നിജാറിനെ തട്ടുവാൻ വേണ്ടി ശ്രമിച്ചത്, കൊന്നത്. അത് ഡോക്യുമെന്റ് വെച്ചാണ് പറഞ്ഞത്. പക്ഷെ കനേഡിയൻ പ്രധാനമന്ത്രിക്ക് ഈ പറയുന്ന പോലെയുള്ള ഒരു സപ്പോർട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയില്ല. അമേരിക്ക ഇന്ത്യയോട് പറഞ്ഞല്ലോ അവരുടെ പന്നുവിനെ തട്ടാൻ ഇന്ത്യ ശ്രമിച്ചു. ഇതൊക്കെ വളരെ ക്ലിയർ ആണ്. അപ്പം അമേരിക്കയിലും കാനഡയിലും വരെ പോയി ഈ പറയുന്ന ടെറർ ഭീകരന്മാരെ തട്ടുവാണെങ്കിൽ പാകിസ്ഥാനിലുള്ളവരെ തട്ടിയിരിക്കും. സംഭവം വളരെ ഇത് മെസ്സേജാണ്. ഈ മെസ്സേജാണ് ബേസിക്കലി ഗാർഡിയനിൽ കൂടെ പുറത്തു വരുന്നത്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പാകിസ്ഥാനും അക്സെപ്റ്റ് ചെയ്തു, ഇന്ത്യയാണ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏകദേശം 20ഓളം പാകിസ്ഥാനി, അതേപോലെ കാശ്മീർ ടെററിസ്റ്റുകൾ, അതേപോലെ തന്നെ പഞ്ചാബുമായപ്പെട്ട ഖാലിസ്ഥാൻ ടെററിസ്റ്റുകളെ തട്ടിയിരിക്കുന്നത്. ഇത് വളരെ, സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു. ഇതേ പോളിസി ഇന്ത്യ കഴിഞ്ഞ 20 വർഷം മുമ്പ് എടുത്തിരുന്നുവെങ്കിൽ ഏകദേശം 2 ലക്ഷത്തോളം കാശ്മീർ ആളുകൾ, സെക്യൂരിറ്റി ഫോഴ്സാണ്, സാധാരണക്കാരനാണെങ്കിലും കാശ്മീരിൽ മരിക്കുകയില്ലായിരുന്നു. എത്രയോ ആൾക്കാർ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടു. ബോംബെ അറ്റാക്ക്, ഡൽഹി അറ്റാക്ക്. ഞാൻ ഡൽഹിയിൽ തന്നെ ഏകദേശം 5ഓ 6ഓ ബ്ലാസ്റ്റുകൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചില ബ്ലാസ്റ്റുകൾ ഇത് മുമ്പിൽ കണ്ടിട്ടുണ്ട്, ചിലതൊക്കെ ബ്ലാസ്റ്റ് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ പോയി കണ്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ കയ്യും കാലും ഒക്കെ തെറിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകുകയില്ല. അപ്പോൾ ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സക്സസ്. ഈ പോളിസി കൊണ്ട് ഈ പറയുന്ന ഭീകരന്മാരെ നശിപ്പിച്ചു. അത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കേരളത്തിൽ നിന്ന് ജിഹാദുമായിട്ട് പോയവനൊക്കെയാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത് ആരാണുള്ളത്. അവനെ ഉപയോഗിച്ച് അവിടെയുള്ള ജിഹാദികളെ തട്ടുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏജൻസ് ഏറ്റവും ബ്രില്യൻ്റ് ഏജന്റുമാരായിട്ട് മാറി എന്നുള്ളതാണ് ആ റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്.